PSC എക്സ്പേർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. 9th സ്റ്റാൻഡേർഡിലെ ബയോളജിയിൽ ഫസ്റ്റ് ചാപ്റ്റർ. ഏറ്റവും കൂടുതൽ PSC എക്സാമുകളിൽ മാർക്കുള്ള ഒരു ഏരിയയാണ് ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന മെറ്റബോളിസം, ആന്തര പരിസ്ഥിതിയും സമസ്ഥിതിയും, പ്ലാസ്മ സ്തരവും പദാർത്ഥ വിനിമയവും പ്രകാശ സംശ്ലേഷണം ഈ ഏരിയാസൊക്കെയാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവ ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ഇവ ബയോമോളിക്യൂൾസ് എന്നറിയപ്പെടുന്നു. എന്താണ് ബയോമോളിക്യൂൾസ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് ഇവയെല്ലാം ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ഇവയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. ബയോമോളിക്യൂൾസിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്. കാർബോഹൈഡ്രേറ്റിൻ്റെ ഉദാഹരണമാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ലിപ്പിഡിന് ഉദാഹരണമാണ് കൊഴുപ്പുകൾ, എണ്ണകൾ. പ്രോട്ടീൻ ഉദാഹരണമാണ് എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ. ന്യൂക്ലിക് ആസിഡാണ് DNA, RNA. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ് ഇതിനെല്ലാത്തിനെയും കൂടി ചേർത്താണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ എക്സാമ്പിൾസൊക്കെ നമുക്കറിയാം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. ലിപ്പിഡാണ് കൊഴുപ്പ്, എണ്ണ എന്നൊക്കെ പറയുന്നത്. പ്രോട്ടീൻസാണ് എൻസൈംസും ഹോർമോൺസും ആൻറ്റിബോഡീസും ഒക്കെ. ന്യൂക്ലിക് ആസിഡാണ് RNAയും DNAയും എല്ലാം. ബയോമോളിക്യൂളുകൾ മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്. ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. എന്താണ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ? ഒരു ജീവിയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ രാസപ്രവർത്തനങ്ങളെയുമാണ് മെറ്റബോളിസം എന്ന് വിളിക്കുന്നത്. മെറ്റബോളിസത്തെ രണ്ടായി തരംതിരിക്കാം. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന അനാബോളിസവും തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന കെറ്റാബോളിസവും. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 37 ട്രില്യൺ കോശങ്ങളുണ്ട്. ഓരോ കോശത്തിലും ഓരോ സെക്കൻഡിലും 100 കോടി രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സെക്കൻഡിൽ ശരീരകോശങ്ങളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ എത്രയെന്ന് വായിച്ചു നോക്കൂ. ഒരു സെക്കൻഡിൽ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിൽ ധാരാളം രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ മെറ്റബോളിസത്തെ നമ്മൾ രണ്ടായി തരം തിരിച്ചു, അനാബോളിസം എന്നും കെറ്റബോളിസം എന്നും. കെറ്റബോളിസം എന്ന് പറയുന്നതിനും പ്രോട്ടീൻ്റെ വിഘടനമാണ്. അനാബോളിസം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ കൂട്ടിച്ചേർക്കലാണ്, തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നതാണ്. അനാബോളിസം എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിൾ ഒരു കൊടുത്ത കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. കാറ്റബോളിസത്തിൻ്റെ ഉദാഹരണമായിട്ടാണ് കൊടുത്തത്. പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡായിട്ട് മാറുന്നു. ഓക്കെ, അനാബോളിസം കാറ്റബോളിസം എന്താണെന്ന് മനസ്സിലായില്ലേ? രണ്ടും മെറ്റാബോളിസത്തിൻ്റെ രണ്ട് ശാഖകളാണ്. മെറ്റാബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും എൻസൈംസ്, ഹോർമോണുകൾ എന്നീ ബയോമോളിക്യൂളുകൾ കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ചുവടെ നൽകിയ വിവരണം വിശകലനം ചെയ്ത് നോക്കാം. നമുക്ക് എൻസൈമുകളും ഹോർമോണുകളും എന്താണെന്ന് നമുക്ക് നോക്കാം. ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ. മിക്ക എൻസൈമുകളും പ്രോട്ടീനുകളാണ്. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. PSC എക്സാമിന് എപ്പോഴും ചോദിക്കും. മിക്ക എൻസൈമുകളും പ്രോട്ടീനുകളാണ്. ഉമിനീരിലെ സലൈവറി അമിലേസ്, ആമാശയത്തിലെ പെപ്സിൻ എന്നിവ എൻസൈമുകൾക്ക് ഉദാഹരണമാണ്. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് ഹോർമോണുകൾ. ഇവയെ ഉൽപ്പാദിപ്പിക്കുന്നത് വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. ലൈംഗികാവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്റ്റിറോൺ എന്നിവ ഹോർമോണുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഹോർമോൺസിന് ഉദാഹരണമാണ് ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്റ്റിറോൺ ഒക്കെ.
ഇവയെല്ലാം ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺസാണ്. ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണൊക്കെ. ഓക്കെ, ഒരു അമീബയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ബാഹ്യ പരിസരം എന്ന് പറഞ്ഞ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഏകകോശ ജീവികളിൽ ബാഹ്യ പരിസരത്ത് നിന്നും പദാർത്ഥങ്ങൾ കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ് അമീബയിൽ നടക്കുന്നത്. ജന്തുക്കൾക്കാണെങ്കിൽ കോശങ്ങൾക്കിടയിലെ ദ്രവമുണ്ട്. ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലൂടെ എത്തുന്നു. അവിടെ നിന്നും കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെയാണ് ജന്തുക്കളിൽ നടക്കുന്നത്. ബാഹ്യ പരിസ്ഥിതിയിൽ പദാർത്ഥങ്ങൾ വിവിധ മാർഗങ്ങളിലൂടെയാണ് കോശത്തിലേക്ക് പ്രവേശിക്കുന്നത്. സസ്യങ്ങളുടെ അതാണ് പറയുന്നത്. കോശഭിത്തിയിലൂടെ, കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ പദാർത്ഥങ്ങൾ സസ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതാണ് പറയുന്നത്. തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോ ഡെസ്മാറ്റ എന്ന കോശദ്രവ്യ പാതയിലൂടെ, ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെ. ഇങ്ങനെയാണ് സസ്യങ്ങളിൽ ബാഹ്യപരിസ്ഥിതിയിൽ നിന്നും പദാർത്ഥങ്ങൾ എത്തുന്നത്. ഒരു കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെയാണ് എത്തിച്ചേരുന്നത്. ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്തു കാണപ്പെടുന്ന ദ്രവം എക്സ്ട്രാ സെല്ലുലാർ ദ്രവം ആന്തരപരിസ്ഥിതിയായി വർത്തിക്കുന്നു. ഓക്കെ, ആന്തരപരിസ്ഥിതിയെ വർത്തിക്കുന്നത് എന്താണ്? എക്സ്ട്രാ സെല്ലുലാർ ദ്രവമാണ്. സസ്യങ്ങളിൽ ആന്തരപരിസ്ഥിതിയിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളുമെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ആന്തരപരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെ സമസ്ഥിതി പാലനം അഥവാ ഹോമോസ്റ്റാറ്റിസ് എന്ന് പറയുന്നു. മെറ്റബോളിസം സുഗമമായി നടക്കുന്നതിന് ആന്തര സമസ്ഥിതി നിലനിർത്തപ്പെടേണ്ടതുണ്ട്. ആന്തരപരിസ്ഥിതിയുടെ രാസഘടന തകിടം മറിഞ്ഞാൽ ജീവന് ഭീഷണിയാകും. ഓക്കെ, അപ്പോൾ ആന്തരപരിസ്ഥിതി ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെ സമസ്ഥിതി പാലനം എന്ന് പറയുന്നു. മെറ്റബോളിസം സുഗമമായി നടക്കുന്നതിന് എന്ത് വേണം? ആന്തര സമസ്ഥിതി നിലനിർത്തപ്പെടണം. ഇനി നമുക്ക് നോക്കാം. പദാർത്ഥ വിനിമയം കോശസ്തരത്തിലൂടെ കൊടുത്തിട്ടുണ്ട്. കോശസ്തരം, ആന്തരപരിസ്ഥിതി, കോശദ്രവ്യം എല്ലാം കൊടുത്തിട്ടുണ്ട്. കോശസ്തരത്തിൻ്റെ ഒരു ഘടനയാണ് ഇവിടെ കാണുന്നത്. കോശസ്തരം പ്ലാസ്മ സ്തരം എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പ്ലാസ്മ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനാകൂ. ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് ഇതിലൂടെ അനായാസം കടന്നു പോകാനാകും. എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മ സ്തരത്തിലെ പ്രത്യേക തരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടക്കാനാകൂ. കോശത്തിനകത്തേക്കും പുറത്തേക്കും നിരന്തരം തന്മാത്രകൾ കടന്നു പോകുന്നുണ്ട്. നമ്മൾ പ്ലാസ്മ സ്തരത്തെ വരണതാര്യസ്തരം അഥവാ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ് പറയുന്നത്. കാരണം എന്താണത്? ചിലതിനെ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയെ മാത്രമേ അനായാസമായിട്ട് അതിന് കടത്തിവിടുന്നുള്ളൂ. അതുകൊണ്ടാണ് പ്ലാസ്മ സ്തരത്തിലൂടെ ജലതന്മാത്രകൾ കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിടാം. നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സിലേക്ക് പോകാം. എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്? പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയ. എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ? പ്ലാസ്മ സ്തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്.
കോളങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കാം. ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ആൽഗകൾ. അവയ്ക്കും പ്രോകാരിയോട്ടുകളായ ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷകങ്ങൾ ലഭ്യമാകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഏരിയാസ്. ഉപരിവൃതി കോശങ്ങൾ, മീസോഫിൽ കോശങ്ങൾ, സ്റ്റൊമാറ്റ, ബാഹ്യസ്തരം, ക്ലോറോപ്ലാസ്റ്റ്, തൈലക്കോയിഡ് എന്ന സ്തരസഞ്ചി, ഗ്രാന, സ്ട്രോമ എന്ന് പറയുന്നത് ദ്രാവക ഭാഗമാണ്, സ്ട്രോമ, ലാമെല്ല, ആന്തരസ്തരം, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഒരു ഘടനയാണ് കൊടുത്തിരിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഈ പിക്ചർ ഒന്ന് നന്നായിട്ട് നോക്കുക. അപ്പം നമുക്ക് നോക്കാം. പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം, ഇങ്ങനെ 2 ഭാഗങ്ങളായിട്ടുണ്ട്. പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിൽ വെച്ചിട്ടാണ്. ഗ്രാന പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രാനയിൽ വെച്ച് പ്രകാശഘട്ടം നടക്കുന്നു. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. ജലം വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആയി മാറുന്നു. ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു. ഊർജ തന്മാത്രയായ ATP ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് പ്രകാശഘട്ടത്തെക്കുറിച്ച് പറയുന്നത്. പ്രകാശഘട്ടം ഗ്രാനയിൽ വെച്ച് നടക്കുന്നു. ഓക്കെ, ജലം വിഘടിച്ചിട്ട് ഹൈഡ്രജനും അതുപോലെ തന്നെ ഓക്സിജനും ഉണ്ടാകുന്നു. അതിൽ വെച്ച് തന്നെ ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇരുണ്ട ഘട്ടം നോക്കാം. ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു. ഇരുണ്ട ഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല? പ്രകാശം ഉപയോഗിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ ആവശ്യമായ ഹൈഡ്രജനും ഊർജവും ATP പ്രകാശഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഓക്കെ, ഹൈഡ്രജനും ATPയും പ്രകാശഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുകയാണ് ആ സമയത്ത് ചെയ്യുന്നത്. ഹൈഡ്രജനും അതോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്നിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇപ്പോൾ പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണെന്നും ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണെന്നും ബൈഹാർട്ട് ചെയ്യണം. അത് എക്സാമിൽ ചോദിക്കാറുണ്ട്. പിന്നെ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നതാണ് പ്രകാശഘട്ടം എന്നും ഹൈഡ്രജനും ഓക്സിജനും ജലം വിഘടിച്ചുണ്ടാകുന്നത് പ്രകാശഘട്ടത്തിലാണ് എന്നും അതിൽ തന്നെ ഈ ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുകയും ഊർജ്ജ തന്മാത്രയായ ATP ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് പ്രകാശഘട്ടത്തിലാണെന്ന് ഓർക്കണം. നമുക്ക് നോക്കാം. മെൽവിൻ കാൽവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് 1961 രസതന്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് മെൽവിൻ കാൽവിൻ. ഓക്കെ, അപ്പം ഇരുണ്ട ഘട്ടത്തിൻ്റെ പ്രവർത്തനം വിശദീകരിച്ച സയൻറ്റിസ്റ്റ് ആരാന്ന് ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്ത് വെക്കണം. മെൽവിൻ കാൽവിൻ. ഗ്ലൂക്കോസിൽ നിന്ന് വിവിധ പോഷകങ്ങൾ. സസ്യങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അന്നജത്തിൽ നിന്നാണ്. അന്നജം മെറ്റാബോളിസത്തിന് വിധേയമായി നിരവധി പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണ ഫലമായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസ് അതിവേഗം ജലത്തിൽ ലയിക്കുന്നത് കൊണ്ട് അത് അലേയമാക്കി അന്നജമാക്കി സംഭരിക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റാർച്ച് ആക്കിയിട്ടാണ് ഈ അന്നജത്തെ സംഭരിച്ചു വെക്കുന്നത്. ഗ്ലൂക്കോസിനെ സംഭരിച്ചു വെക്കുന്നത് സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജമാക്കിക്കൊണ്ടാണ്. അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പെട്ടെന്ന് തന്നെ ജലത്തിൽ ലയിച്ചു പോകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭരിക്കുന്നത്. വിവിധ പോഷകങ്ങളുടെ സ്രോതസ്സാണ് അന്നജം. ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് കൊടുത്തിട്ടുണ്ട്. കൊഴുപ്പ്, പ്രോട്ടീൻ, വിറ്റാമിൻ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവും. അത് ഗ്ലൂക്കോസിനെ അന്നജമായിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ അതിനെ സൂക്രോസ് ആക്കി മാറ്റും. കൂടാതെ ബാക്കി വരുന്ന വിറ്റാമിൻസ്, പ്രോട്ടീൻസ്, കൊഴുപ്പ്, ഫാറ്റ് എന്ന് പറയുന്നു, സൂക്രോസ്, ഫ്രക്ടോസ് എല്ലാം ഈ ഒരു ഗ്ലൂക്കോസിൻ്റെ പല ഫോംസ് തന്നെയാണ്.
ഗ്ലൂക്കോസിൽ നിന്ന് ലഭിക്കുന്ന വിവിധ പോഷകങ്ങൾ തന്നെയാണ് ഇതെല്ലാം തന്നെ. ഇനി നമുക്ക് ഈ കോളം ഒന്ന് നോക്കാം. എക്സാംസിൽ കോളങ്ങൾക്കൊക്കെ ഭയങ്കര പ്രാധാന്യമല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഭൂമിയുടെ 3/4 ഭാഗവും സമുദ്രമാണ്. ലക്ഷക്കണക്കിന് ജീവജാതികളും നിരവധി ആവാസങ്ങളും അവയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലയായിട്ട് തിരിച്ചിട്ടുണ്ട്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ധാരാളം ജീവികൾ ഈ മേഖലയിൽ ജീവിക്കുന്നുണ്ട്. 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ ഡിസ്ഫോട്ടിക് മേഖല. ഇവിടെ പ്രകാശ ലഭ്യത പരിമിതമാണെങ്കിലും സസ്യകേന്ദ്രീകൃതമായ ജീവജാലികമാണ്. വെബ് ഓഫ് ലൈഫ് ഇവിടെയും ഉണ്ട്. 1000 മീറ്ററിന് താഴെ എഫോട്ടിക് മേഖല. ഇവിടെ ലഭ്യമായ സൂര്യപ്രകാശത്തിൻ്റെ അളവ് വളരെ കുറവായതിനാൽ പ്രകാശ സംശ്ലേഷണം നടക്കില്ല. പ്രകാശ സംശ്ലേഷണം നടക്കാത്ത മേഖലയാണ് എഫോട്ടിക് മേഖല. എന്നാൽ ഇവിടെയുള്ള ചില ജീവികൾക്ക് പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മേൽത്തട്ടിലുള്ള ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് എഫോട്ടിക് മേഖലയിലെ ജന്തുക്കൾ ആഹാരമാക്കുന്നത്. രാസസംശ്ലേഷണം നിർവഹിക്കുന്ന ചില ബാക്ടീരിയകളും ഇവിടെയുണ്ട്. 2050 ആകുമ്പോഴേക്കും സമുദ്രത്തിലെ മത്സ്യസമ്പത്തിൻ്റെ ഭാരത്തെ അവിടെ എത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഭാരം പിന്തള്ളുമെന്ന് UNOയുടെ പ്രവചനം ഞെട്ടലുളവാക്കുന്നു. സമുദ്രം ഒരു വിസ്മൃതിയാവാതെ വിസ്മയമായ മനുഷ്യചിന്തയെ ഇനിയും പ്രചോദിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കണം. 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. യൂഫോട്ടിക് സോൺ, അതുപോലെ തന്നെ ഡിസ്ഫോട്ടിക് സോൺ ആൻഡ് എഫോട്ടിക് സോൺ. എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി വെക്കണം. ഓക്കെ. 200 മീറ്റർ വരെ ആഴത്തിലാണ് യൂഫോട്ടിക് മേഖല വരുന്നത്. 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെയാണ് ഡിസ്ഫോട്ടിക് മേഖല വരുന്നത്. അതിൻ്റെ താഴോട്ടേക്ക് വരുന്ന മേഖലയാണ് എഫോട്ടിക് മേഖല എന്ന് പറയുന്നത്. കണ്ടൽ കാടുകളെക്കുറിച്ച് നമുക്ക് നോക്കാനുണ്ട്. കായലും കടലും ചേരുന്ന ഭാഗത്താണ് കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത്. ഉപ്പുവെള്ളത്തിൽ വളരുന്ന 43 ഇനം കണ്ടൽ സസ്യങ്ങൾ കേരളത്തിലുണ്ട്. ഓക്കെ, കേരളത്തിൽ എത്ര ഇനം കണ്ടൽ സസ്യങ്ങളുണ്ട്? 43 ഇനം. നമ്മുടെ സംസ്ഥാനത്ത് 1975 70,000 ഹെക്ടർ കണ്ടൽക്കാട് ഉണ്ടായിരുന്നു. അതിൽ 98% നശിപ്പിക്കപ്പെട്ടു. അമൂല്യമായ സേവനങ്ങളാണ് കണ്ടൽകൾ പരിസ്ഥിതിക്ക് നൽകുന്നത്. മത്സ്യസമ്പത്തിൻ്റെ ഉറവിടമാണ് ഈ കണ്ടൽ. കൂടാതെ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ്. തീരപ്രദേശത്തിൻ്റെ മണ്ണ് സംരക്ഷിക്കുന്നതിൽ കണ്ടലിന് പ്രാധാന്യമുണ്ട്. സസ്യഹരിത വനങ്ങളെ അപേക്ഷിച്ച് 4-5 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോള താപനത്തിനെതിരെയുള്ള പ്രതിരോധം, സുനാമിയെ തടയൽ, ഇതെല്ലാം കണ്ടലിൻ്റെ കടമയാണ്. കല്ലേൽ പൊക്കുടൻ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. കല്ലേൽ പൊക്കുടൻ PSC എക്സാമിൽ ഒരുപാട് തവണ ചോദിച്ച വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടി നമുക്ക് നോക്കാം. കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിലൂടെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൽ പൊക്കുടൻ. 100,000-ലേറെ കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ച അദ്ദേഹം കണ്ടലുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരാൻ അനുവദിക്കണമെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചു. പല സ്ഥലങ്ങളിലും നടത്തിയ കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമെന്നോണം അദ്ദേഹത്തെ കണ്ടൽ പൊക്കുടൻ എന്ന് വിളിച്ചു. പ്രകൃതിയോടുള്ള സ്നേഹം കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിലൂടെ തെളിയിച്ച അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം PSC എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. കണ്ടൽ കാടുകളെക്കുറിച്ച് പഠിക്കാൻ ഒരു സ്കൂൾ എന്ന സ്വപ്നം ബാക്കി വെച്ചാണ് അദ്ദേഹം യാത്രയായത്. കല്ലേൽ പൊക്കുടൻ 2015 അന്തരിച്ചു. നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കാം. പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പുതിയ SCERT ചാപ്റ്റേഴ്സിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ആ ചാപ്റ്റേഴ്സ് എല്ലാവരും ഒന്ന് എക്സാംസിന് മുന്നേ റിവിഷൻ ചെയ്യണം. അത് നിങ്ങൾക്ക് എക്സാംസിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.